നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോൾ കാരണം, ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിന് എന്ത് ചേഞ്ചാണ് വരുന്നത്, പൊട്ടൻഷ്യലിന് എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ ചേഞ്ച് ആവുന്നത്, അതിൻ്റെ ഇക്വേഷനിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോക്കിയത് ഒരു ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ്. ഇത് ഒരു ഡൈപോൾ കാരണം വേറൊരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ? കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോക്കിയത് ഒരു ചാർജിൻ്റെ പ്രസൻസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് അല്ലേ? ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തെ ആണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ അല്ലേ? രണ്ടും ഈക്വലാണ്, ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണ് അല്ലേ? ഈ രണ്ട് ചാർജസിനെ നമ്മൾ 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ വരുന്നത് പി ഈസ് ഈക്വൽ ടു ക്യൂ. അതായത് ഏത് ചാർജാണോ ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം, നമ്മൾ സൈൻ കൺസിഡർ ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്. പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. 2a എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് ചാർജസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇനി ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിനൊരു ഡയറക്ഷൻ കാണും. ആ ഡയറക്ഷൻ എവിടെ മുതൽ എവിടെ വരെയൊക്കെയാണ്? -q ടു +q വരെയാണ് പോയിന്റ് ചെയ്യുന്നത്. ആ ഡയറക്ഷൻ പോയിന്റ് ചെയ്യുന്നത് -q ടു +q ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നോക്കിയല്ലോ. ഇനി നമ്മൾ പ്രൂഫിലേക്ക് കിടക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ഡിസ്റ്റൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ AB എന്ന് പറഞ്ഞിട്ടൊരു ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. +q എന്ന് പറയുന്ന ഒരു ചാർജ് B എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടെന്ന് വിചാരിക്കൂ. -q എന്ന് പറയുന്ന ചാർജ് A എന്ന് പറയുന്ന പൊസിഷൻ. ഇനി ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2a. അതായത് AB, ഈ ഡിസ്റ്റൻസ് ABനെ നമുക്ക് 2a എന്ന് വിളിക്കാം. ഇനി ഇവിടെ ഈ O എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ ഡൈപോളിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത്? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഡൈപോൾ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ ഈ O മുതൽ P വരയ്ക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ R എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഈ B മുതൽ P വരയ്ക്കുള്ള ഡിസ്റ്റൻസിന് R1 എന്നും ഈ A മുതൽ P വരയ്ക്കുള്ള ഡിസ്റ്റൻസിന് R2 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ആംഗിൾ BOP, ഈ BOP എന്ന് പറയുന്ന ആംഗിളിന് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇനി ഈ AB എന്നുള്ളത് ഒരു ഡൈപോൾ അല്ലേ? കാരണം ഇവിടെ എന്താണ്? B എന്ന് പറയുന്ന പൊസിഷനിൽ +q ഉണ്ട്, A എന്ന് പറയുന്ന പൊസിഷനിൽ -q ഉണ്ട്. ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് 2a. അപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് P എന്തായിരിക്കും? Q ഇൻറ്റു 2a. Q എന്ന് പറയുന്നതാണ് ഇവിടെ ഈ രണ്ട് ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. 2a എന്ന് പറയുന്നതാണ് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പം മനസ്സിലായല്ലോ? പ്രൂഫിന് ആവശ്യമുള്ള എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ എന്താണ് നോക്കിയത്? ഈ സെക്ഷനിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അഥവാ തന്നെ രണ്ട് ചാർജസ് നമ്മൾ +q എന്നും -q എന്ന് പറയുന്ന രണ്ട് ചാർജസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2a. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡൈപോൾ മൊമെൻറ്റ് P എന്ന് പറയുന്ന വിൽ ബി ഈക്വൽ ടു q ഇൻറ്റു 2a. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ആയതുകൊണ്ട് ഇത് -q ടു +q വരെ പോയിന്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ
ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ എ ബി എന്ന് പറഞ്ഞ ഒരു ഡൈപോളിന് നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് ബി എന്ന് പറയുന്ന പൊസിഷനിൽ പ്ലസ് ക്യൂവും എ എന്ന് പറയുന്ന പൊസിഷനിലും മൈനസ് ക്യൂ പ്ലേസ് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കും. ഈ രണ്ട് ചാർജസ് തമ്മിലാണ് ഉള്ള ഡിസ്റ്റൻസ് ആണ് 2a. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഡൈപോളിൻ്റെ മിഡ് പോയിൻ്റ് ആണ് O എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ എ ബി പറഞ്ഞ ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഈ ഒ മുതൽ പി വരയ്ക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആർ എന്ന് വിളിച്ചു. ഈ ബി മുതൽ പി എന്ന് വരയ്ക്കുന്ന ഡിസ്റ്റൻസിനെ R1 എന്നും ഈ എ മുതൽ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരയ്ക്ക് R2 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ആംഗിളും നമ്മൾ കൺസിഡർ ചെയ്തു. BOP എന്ന് പറയുന്നതാണ് തീറ്റ എന്ന് പറഞ്ഞിട്ട് ആ ആംഗിളിന് നമ്മൾ വാല്യൂ കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ എ ബി എന്ന് പറയുന്നത് ഒരു ഡൈപോളാണ് അല്ലേ. ഡൈപോൾ ആയതുകൊണ്ട് അതിനൊരു ഡൈപോൾ മൊമെൻറ്റ് കാണും പി എന്ന് പറഞ്ഞിട്ട്. അതാണ് Q/2a. Q എന്ന് പറയുന്നതാണ് ഈ ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ്. 2a എന്ന് പറയുന്നതാണ് ഈ ബി ഇരിക്കുന്ന പൊസിഷനിലുള്ള പ്ലസ് ക്യൂടെയും ഈ എ എന്ന് ഇരിക്കുന്ന പൊസിഷനിലുള്ള മൈനസ് ക്യൂടെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായോ? ഈ സെക്ഷൻ കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആയില്ലേ? നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താ നോക്കിയത്, നമ്മൾ പറഞ്ഞു ഈ ഒരു എയിലും ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഓരോ ചാർജസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ ഒ എന്ന് പറയുന്നതാണ് ഈ ഡൈപോളിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇനി പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഈ ഒ പി എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഒ പി എന്ന് പറയുന്ന ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉള്ള ലൈനിനെ നമ്മൾ പി ക്യൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഒ പി എന്ന് പറയുന്ന ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടും ഉള്ള മൊത്തം ലെങ്ത്തിനെ നമ്മൾ പി ക്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സച്ച് ദാറ്റ് പി ക്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഒ ക്യൂ പ്ലസ് ഒ പി. ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ലൈൻ പി ക്യൂനെ നമുക്ക് ഒ ക്യൂ പ്ലസ് ഒ പി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് പി ക്യൂ എന്ന് പറഞ്ഞ ലൈനിലേക്ക്. എ സി എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ നമ്മൾ പി ക്യൂ എന്ന് പറയുന്ന ലൈനിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ്. അതേപോലെ തന്നെ ബി ഡി എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ നമ്മൾ ഒ പി എന്ന് പറയുന്ന ലൈനിലേക്ക് വരയ്ക്കുകയാണ്. എ സി എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ നമ്മൾ പി ക്യൂ എന്ന് പറയുന്ന ലൈനിലേക്ക് വരയ്ക്കുകയാണ്. അതേപോലെ തന്നെ ബി ഡി എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ നമ്മൾ ഒ പി എന്ന് പറയുന്ന ലൈനിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഫിഗറിൽ ട്രയാങ്കിൾ ബി ഒ ഡി, ഈ ബി ഒ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണ്. അതിൽ ഓൾറെഡി ഗിവൻ ആണ് ഈ ആംഗിൾ ബി ഒ ഡി ഇസ് ഈക്വൽ ടു തീറ്റ. ഈ ഒരു ബി ഒ ഡി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. അതിൽ ഓൾറെഡി ഗിവൻ ആണ് ഈ ആംഗിൾ ബി ഒ ഡി ഇസ് ഈക്വൽ ടു തീറ്റ. അതേപോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ എ ഒ സി എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ എ ഒ സിയിൽ ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു തീറ്റ. ഈ ആംഗിൾ എ ഒ സി എങ്ങനെയാണ് തീറ്റ ആവുന്നത്? നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ ബി ഒ ഡിയും ഈ ആംഗിൾ എ ഒ സിയും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് ഒരു തിയറം ഉണ്ട് ഇല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു തീറ്റ എന്നുള്ളത് ഓൾറെഡി ഗിവൻ ആണ് ഫിഗറിൽ. അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് ആംഗിൾ എ ഒ സിയും തീറ്റ ആവുന്നത്. ഇനി ഈ ഒരു ട്രയാങ്കിൾ എ ഒ സി കൺസിഡർ ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ എ ഒ സി ഇപ്പോൾ ഫിഗറിൽ കാണുമ്പോൾ കുറച്ച് നമുക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയും കുറച്ച് കണ്ടുപിടിക്കാൻ ഉള്ള പോലെ തോന്നും. അതുകൊണ്ട് ഞാനിവിടെ റൈറ്റ് സൈഡിൽ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന് നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിക്കുകയാണ്. കോസ് തീറ്റ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ.
ഈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ ഒ എ എന്നുള്ളതിൻ്റെ വാല്യൂ എ ആണ് ഫിഗറിന്ന് നമുക്ക് മനസ്സിലാവാം. ഈ ഒ എയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു സ്മോൾ എ. ഇനി ഒ സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? അഡ്ജസൻറ്റ് സൈഡ് എന്ത് കിട്ടും? എ കോസ് തീറ്റ. എ സി ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും ഈ ഫിഗറിന്ന്. അല്ലേ, ഇത് സിമ്പിൾ ഇതല്ലേ, മനസ്സിലാവുന്നല്ലേ? ഒ എ ഇസ് ഈക്വൽ ടു എ. ഇനി ഒ സി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ കോസ് തീറ്റ. അതേപോലെ തന്നെ എ സി എന്ന് പറയുന്നത് എ സൈൻ തീറ്റ. ഇനി നമ്മൾ ട്രയാങ്കിൾ ബി ഒ ഡി കൺസിഡർ ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ ബി ഒ ഡിയിലും നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിക്കണം. ഇവിടെ ഒ ബി എന്ന് പറയുന്ന ലെങ്ത്ത് ഇസ് ഈക്വൽ ടു സ്മോൾ എ ഫിഗറിന് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഈ ഒ ബി ഇസ് ഈക്വൽ ടു സ്മോൾ എ. അപ്പോൾ ഒ ഡി ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതേപോലെ ബി ഡി ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. കോസ് തീറ്റ സൈൻ തീറ്റയും കണ്ടുപിടിക്കാൻ ട്രയാങ്കിളിൽ നിന്ന് അറിയാവുന്നല്ലോ, അത്ര പാടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലസ് ക്യൂ, ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജാണ് ഉള്ളത്, അല്ലേ? ബി എന്ന് പറയുന്ന പൊസിഷനിൽ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജാണ് ഉള്ളത്. അപ്പോൾ ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് കാരണം പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/R. ജനറൽ ഫോർമുല വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/R ആണ്, അല്ലേ? ഇവിടെ ഈ ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഏത് ചാർജാണ്? പ്ലസ് ക്യൂ. ഈ ബിയിലുള്ള ചാർജ് കാരണം പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ബിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടുത്തെ R, അതാണ് R1. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ എങ്ങനെ എഴുതും? ബി ഇസ് ഈക്വൽ ടു 1/4πε0 Q/R1. ഇനി അടുത്ത നമ്മൾ മൈനസ് ക്യൂ എന്നുള്ള ചാർജ് കാരണം പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അല്ലേ? മൈനസ് ക്യൂ ഏത് പൊസിഷനിലുള്ള? എ എന്ന് പറയുന്ന പൊസിഷനിലുള്ള, അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെ വരും? വി ഇസ് ഈക്വൽ ടു 1/4πε0. ഇവിടെ ക്യൂ എന്നുള്ളത് മൈനസ് ക്യൂ ആവും, അല്ലേ? പിന്നെ ഈ എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് R2. അപ്പോൾ എന്ത് വരും? വി ഇസ് ഈക്വൽ ടു 1/4πε0 Q-Q/R2. കാരണം ഈ എയിൽ ഏത് ചാർജുള്ള? എയിലാണ് മൈനസ് ക്യൂ എന്നുള്ള ചാർജ് ഉള്ളത്, അല്ലേ? ഈ എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R2. അപ്പോൾ നമുക്ക് വി ഇസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ എന്നുള്ളത് മൈനസ് ക്യൂ ആവും R2. അതാണ് എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഈ പി എന്നുള്ള പോയിന്റിൽ ഈ എയിലുള്ള ചാർജും ബിയിലുള്ള ചാർജും കാരണം ഉണ്ടാവുന്ന നെറ്റ് പൊട്ടൻഷ്യൽ മൊത്തം, അതായത് ഈ രണ്ട് ചാർജസ് കാരണം ഉണ്ടാവുന്ന ടോട്ടൽ സം പൊട്ടൻഷ്യൽ, അതെന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/R1 മൈനസ്, ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വരുന്നത്? ഈ R2 ഇല്ലേ, R2 ഡിസ്റ്റൻസിലുള്ളത് മൈനസ് ക്യൂ ചാർജാണ്, അല്ലേ? ആ മൈനസാണ് ഈ ഇക്വേഷൻ എ എന്ന് പറയുന്ന ഇക്വേഷനിൽ വന്ന മൈനസ്. മനസ്സിലായോ? ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടൽ സമ്മാണ്. സം എന്നുള്ളത് ഒരിക്കലും ഒരു സം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ രണ്ട് ചാർജസും ആഡ് ചെയ്യുക, അല്ലേ? ആഡല്ലേ ഉദ്ദേശിക്കുന്നത് സം കൊണ്ട് ഉദ്ദേശിക്കുന്ന അഡീഷൻ അല്ലേ? അപ്പോൾ ഈ മൈനസ് ക്യൂ എന്നുള്ളത് ഇവിടെയുള്ള മൈനസ്, ഈ ഇക്വേഷൻ എയിലുള്ള മൈനസ് വരുന്നത് മൈനസ് ക്യൂ കാരണമാണ് കേട്ടോ. അപ്പോൾ എന്ത് വരും? മൈനസ് Q/R2. അതായത് വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/R1 മൈനസ് Q/R2. ഇതാണ് ഇക്വേഷൻ എ. ഈ ഇക്വേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും ചാർജ് കാരണം ഉണ്ടാവുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ഈ ഒ പി കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഒ പി എന്ന് പറയുന്ന ലൈനൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെങ്ത്താണ് 6 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒ പി എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്.
എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് മൊത്തം കിട്ടുന്ന ലൈനെ നമ്മൾ പി ക്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നെ ഈ പി ക്യൂനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഇസ് ഈക്വൽ ടു ഒ ക്യു പ്ലസ് ഒ പി എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു 2 പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? പി ക്യൂ എന്ന് പറയുന്ന ലൈനിലേക്ക് എ സി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരച്ചു. പിന്നെ ബി ഡി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ നമ്മൾ ഒ പി എന്ന് പറയുന്ന ലൈനിലേക്ക് വരച്ചു. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ബി ഒ ഡി കൺസിഡർ ചെയ്തു. അതിന്ന് ആംഗിൾ ബി ഒ ഡി ഇസ് ഈക്വൽ ടു തീറ്റ ആണെന്ന് ഓൾറെഡി ഗിവൻ ആണ് ഫിഗറിൽ. അതേപോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ എ ഒ സി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നതും തീറ്റ ആയിരിക്കും. ആംഗിൾ ബി ഒ ഡി തീറ്റ ആവുമ്പോൾ ആംഗിൾ എ ഒ സിയും തീറ്റ ആവും. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നുള്ളത് ഈക്വൽ ആണ്. ഇനി നമ്മൾ ട്രയാങ്കിൾ എ ഒ സി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒ സിയുടെയും എ സി, അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അതാണ് ഒ സി ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് എഴുതി, എ സി ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ട്രയാങ്കിൾ ബി ഒ ഡി കൺസിഡർ ചെയ്തു. ഇതിലും നമ്മൾ എന്താ ചെയ്തത്? അതേപോലെ തന്നെ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതായത് ഒ ഡി ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടി, ബി ഡി ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്താ എഴുതിയത്? നമ്മൾ പിന്നെ എന്താ കണ്ടുപിടിച്ചത്? നമ്മൾ ഈ പ്ലസ് ക്യൂ, ഈ ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉള്ളത്. അപ്പോൾ ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഈ ബിയും പിയും R1 ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അതുകൊണ്ട് വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ R1. പിന്നെ നമ്മൾ മൈനസ് ക്യൂ, അത് ഏത് പൊസിഷനിലാണ്? എ എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പോൾ ഈ മൈനസ് ക്യൂ ചാർജ് കാരണം പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരിക? വി ഇസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ, കാരണം ഇവിടെ ചാർജ് വരുന്നത് മൈനസ് ക്യൂ ആണ്. ഇനി ബൈ R2 എന്തുകൊണ്ടാണ് വരുന്നത്? എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് R2 ആണ്, അതുകൊണ്ട് ഇവിടെ R2 വരും. ഇനി നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് പി, അതായത് വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ R1 മൈനസ് ക്യൂ ബൈ R2. ഇതാണ് ഈ 2 ചാർജസ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ. ഇതിന് നമ്മൾ മൊത്തത്തിലായിട്ട് ഇക്വേഷൻ എ എന്ന് പറഞ്ഞിട്ട് ജനറലായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായല്ലോ? കുഴപ്പമില്ലല്ലോ. ഇക്വേഷൻ എനെ നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് പൊട്ടൻഷ്യലിനെ നമ്മൾ അങ്ങനെ കൊടുത്തു അല്ലേ? നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് പി ആ ഇക്വേഷന് നമ്മൾ ഇക്വേഷൻ എ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ R1ൻ്റെ വാല്യൂ ആണ് കാണാൻ പോകുന്നത് അല്ലേ? ഇതിൽ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ R1 മൈനസ് ക്യൂ ബൈ R2. ഇനി R1ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ പി ബി ഡി നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ബി പി, അതായത് R1. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ പി ബി ഡി കൺസിഡർ ചെയ്യാണ്. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് ബി പി അല്ലെങ്കിൽ R1. ഇപ്പോൾ നമുക്ക് പൈത്തഗോറസ് തിയറം അറിയാം അല്ലേ? എന്താണ് പൈത്തഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതാണ് ബി പി അല്ലെങ്കിൽ R1. അപ്പോൾ R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എത്രയാണ്? ബി ഡി. ബി ഡി ആണ് ബേസ്, പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാണ്? ഡി പി. മനസ്സിലായോ? ഡി പി സ്ക്വയർ. ഇതിനെ ഡി പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി പിനെ നമുക്ക് ഒ പി മൈനസ് ഒ ഡി, ഒ പി മൈനസ് ഒ ഡി എന്ന് എഴുതാം ഡി പിനെ. അതിൽ ഒ പി ആണ്, ഒ പിയുടെ വാല്യൂ ആണ് 6. ഒ ഡിനെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒ ഡി ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. അതേപോലെ തന്നെ ബി ഡി ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. മനസ്സിലായോ?
നമ്മൾ ഒ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി ആറിന്ന്, ഒ ഡിയുടെ വാല്യൂ എ കോസ് തീറ്റ എന്ന് കിട്ടി, ബി ഡിയുടെ വാല്യൂ എ സൈൻ തീറ്റ എന്ന് കിട്ടി. ഡി പി ഈസ് ഈക്വൽ ടു ഒ പി മൈനസ് ഒ ഡി, അതായത് ആർ മൈനസ് എ കോസ് തീറ്റ. അതാണ് ഡി പിയുടെ വാല്യൂ വരുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ R1² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ബി ഡിയുടെ പ്ലേസിൽ എ സൈൻ തീറ്റ വരും, ഡി പിയുടെ പ്ലേസിൽ ഒ പി മൈനസ് ഒ ഡി ആയതുകൊണ്ട് ആർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇനി ഇത് എല്ലാം കൂടെ എന്താണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതിൽ എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അതുകൊണ്ട് R1² ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്ത് കൺസിഡർ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. PBD എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ ഹൈപ്പോട്ന്യൂസ് ആണ് R1 അല്ലെങ്കിൽ BP. ഈ നമ്മൾ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്കറിയാം ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതുകൊണ്ട് ഹൈപ്പോട്ന്യൂസ് ആണ് ഇവിടെ R1. അപ്പോൾ R1² ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, അതായത് BD സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് DP സ്ക്വയർ. ഡി പിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒ പി മൈനസ് ഒ ഡി എന്ന് എഴുതാം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഒ പി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ആർ ആണ്, ഒ ഡിയുടെ വാല്യൂ എ കോസ് തീറ്റ. അപ്പോൾ ഡി പിനെ എങ്ങനെ എഴുതാം? ആർ മൈനസ് എ കോസ് തീറ്റ. ഇതെല്ലാം കൂടെ നമ്മൾ R1² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിൽ ഈ നമ്മൾ ഈ എ സൈൻ, അപ്പം എന്ത് വരും? എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവിടെ പെട്ടെന്ന് 2 കാണില്ല, അവിടെ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ഞാൻ എഴുതിയെടുത്ത് ചെറിയൊരു ഇത് വന്നതാണ്. ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾക്ക് എഴുതാം R1² ഇസ് ഈക്വൽ ടു എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ R1² ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ. ഇതിനെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ വേറൊരു ട്രയാങ്കിൾ PAC കൺസിഡർ ചെയ്യാണ്. ഇതിൽ ഏതാണ് ഹൈപ്പോട്ന്യൂസ് വരുന്നത്? AP അല്ലെങ്കിൽ R2 അല്ലേ? AP ആണ് ഹൈപ്പോട്ന്യൂസ് വരുന്നത്, അല്ലെങ്കിൽ R2. അപ്പോൾ R2² ഇസ് ഈക്വൽ ടു ബേസ് എത്രയാ? AC സ്ക്വയർ പ്ലസ് PQ ആണ് ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്, പ്ലസ് PQ². ഇനി PQനെ നമുക്ക് എങ്ങനെ എഴുതാം? PQനെ OQ പ്ലസ് OP. PQനെ നോൺ വാല്യൂസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അതായത് PQനെ നമുക്ക് OQ പ്ലസ് OP എന്ന് എഴുതാം. PQനെ നമുക്ക് PQനെ OC പ്ലസ് OP എന്ന് എഴുതാം. ഇനി ACയുടെ വാല്യൂ എന്താ പറയുക? നമുക്ക് നേരത്തെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എ സൈൻ തീറ്റ ആണെന്നുള്ള. PQ ഇസ് ഈക്വൽ ടു OC പ്ലസ് OP ആണ്. ഈ OPയുടെ വാല്യൂ നമുക്കറിയാം 6 ആണ്. OCയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അത് എ കോസ് തീറ്റ ആണെന്നുള്ളത്. അപ്പോൾ OCയുടെ വാല്യൂ കിട്ടി, OPയുടെ വാല്യൂ കിട്ടി, ACയുടെ വാല്യൂ കിട്ടി. അതുകൊണ്ട് നമുക്കെല്ലാം കൂടെ R2² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വരും? എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇതും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? R² പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2AR കോസ് തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ
തീറ്റ. ഇവിടെ എ സ്ക്വയർ പുറത്തേക്ക് കോമൺ ആയതുകൊണ്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ആ സ്റ്റെപ്പ് ഞാൻ മുന്നേ എഴുതിയതുകൊണ്ട് ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല. അപ്പോൾ ഈ R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2AR കോസ് തീറ്റ. ഇതിനെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ട്രയാങ്കിൾ PAC കൺസിഡർ ചെയ്തു. ഇതിൽ ഹൈപ്പോട്ന്യൂസ് ആണ് AP അല്ലെങ്കിൽ R2. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഈ AP സ്ക്വയർ അല്ലെങ്കിൽ R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് അതായത് AC സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതായത് PQ. ഇനി ഈ AC-യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് A സൈൻ തീറ്റയാണെന്നുള്ളത്. ഈ PQ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? OC പ്ലസ് OP. OPയുടെ വാല്യൂ ആണ് 6. OC നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇസ് ഈക്വൽ ടു A കോസ് തീറ്റ. അപ്പോൾ PQന് പകരം എനിക്ക് R പ്ലസ് A കോസ് തീറ്റ എഴുതാൻ പറ്റും. അപ്പോൾ ഈ R2 സ്ക്വയറിലേക്ക് നമ്മൾ ഈ നോൺ ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും A സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് R പ്ലസ് A കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇതെല്ലാം കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R സ്ക്വയർ പ്ലസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2AR കോസ് തീറ്റ പ്ലസ് A സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഈ A സ്ക്വയർ കോമൺ ആയതുകൊണ്ട് A സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അത് is equal to 1. Cos square theta plus sin square theta is equal to 1. 1 into A square. അപ്പോൾ എന്ത് വരും? R2 സ്ക്വയർ is equal to R സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് 2AR cos തീറ്റ. ഇത് ആണ് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താ ചെയ്തത്? നമ്മൾ ട്രയാങ്കിൾ PBD കൺസിഡർ ചെയ്തു അല്ലേ? ട്രയാങ്കിൾ PBD ഇതിന്ന് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തു അല്ലേ? അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇതിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? BP ആണ്. BPയുടെ വാല്യൂ എന്താണ്? R1. അപ്പോൾ R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എത്രയാണ്? BD സ്ക്വയർ അല്ലേ? പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് DP. പിന്നെ നമ്മൾ എന്താ എഴുതിയത്? DP എന്നുള്ളത് നമുക്ക് നോൺ ടേംസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് DPനെ നമുക്ക് എങ്ങനെ എഴുതാം? OP മൈനസ് OD. OP മൈനസ് OD എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. OP എന്നുള്ളത് ഈക്വൽ ടു R ആണ്, നമുക്ക് ഓൾറെഡി ഗിവൻ ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി ഗിവൻ ആയിരുന്നു അല്ലേ ഫിഗറിൽ. OD എന്ന് പറയുന്നത് A കോസ് തീറ്റ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. BD എന്നുള്ളത് A സൈൻ തീറ്റ ഉള്ളതും നമുക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ രണ്ട് ട്രയാങ്കിൾസൊക്കെ കൺസിഡർ ചെയ്തപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ R1 സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? പിന്നെ എന്താ നമുക്ക് കിട്ടിയത്? അപ്പോൾ നമുക്ക് കിട്ടി A സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. പ്ലസ് ഈ DPനെ നമുക്ക് എങ്ങനെ കിട്ടി? OP മൈനസ് OD ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? R മൈനസ് A കോസ് തീറ്റ. OD ഇസ് ഈക്വൽ ടു A കോസ് തീറ്റ, OP ഇസ് ഈക്വൽ ടു R. അതുകൊണ്ട് OP മൈനസ് ODനെ നമ്മൾ എങ്ങനെ എഴുതി? R മൈനസ് A കോസ് തീറ്റ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ R മൈനസ് A കോസ് തീറ്റ ഹോൾ സ്ക്വയർ. പിന്നെ ഇതെല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്തു അല്ല? എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ? A സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് R സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ പ്ലസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ കിട്ടി. നമ്മൾ A സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2AR കോസ് തീറ്റ. ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതി? R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ. ഇതിനെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തത്? വേറെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ PAC അല്ലേ? ഈ ട്രയാങ്കിളിലും നമ്മൾ വീണ്ടും ഈ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്. അതായത് PA ഇസ് ഈക്വൽ ടു R2. അപ്പോൾ R2 സ്ക്വയർ അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് ഇവിടെ എത്രയാണ് വരുന്നത്? AC.
ബേസ് ഇവിടെ വരുന്ന പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ എത്രയാണ്? ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ എത്രയാണ്? AC ആണ്. അതുകൊണ്ടാണ് ഇവിടെ AC എടുക്കുന്നത് കേട്ടോ. AC പ്ലസ് പി ക്യൂ ആണ് ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്, അല്ലാതെ PC അല്ല. കാരണം പെർപെൻഡിക്കുലർ ആണ് ഇവിടെ ബേസ് ആയിട്ട് വരുന്നത്, അതാണ് AC. പക്ഷെ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഈ മൊത്തം ലൈനിൻ്റെ ലെങ്ത്ത് വരുന്നത് എത്രയാണ്? PQ ആണ്. അതുകൊണ്ട് നമ്മൾ PQ എടുക്കുന്നു കേട്ടോ. PQനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് PQ is equal to OC plus OP എന്ന് പറഞ്ഞ് എഴുതാം. OP is equal to R. OC എന്ന് പറയുന്നത് A cos theta ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. AC A sin theta എന്നുള്ളതും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ R2 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? A sin theta ഹോൾ സ്ക്വയർ പ്ലസ് R പ്ലസ് A, അതായത് PQനെ നമുക്ക് R പ്ലസ് A കോസ് തീറ്റ എന്ന് എഴുതാം PQനെ. അതുകൊണ്ട് ഈ PQ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? R പ്ലസ് A കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? R സ്ക്വയർ പ്ലസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2AR കോസ് തീറ്റ പ്ലസ് A സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിന്ന് വീണ്ടും A സ്ക്വയർ കോമൺ എടുക്കാണ്ടെങ്കിൽ A സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സ്റ്റെപ്പ് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, മുന്നത്തെ ഉള്ള പോലെ തന്നെ റിപ്പീറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് 2AR കോസ് തീറ്റ. ഇതിനെയാണ് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഫിഗർ വെച്ചിട്ട് ഈ പ്രൂഫ് കണ്ടിന്യൂ ചെയ്താൽ എളുപ്പമാണ് അല്ലേ? പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ, ഈ സെക്ഷനും മനസ്സിലായില്ലേ? കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ. ഈ ഇക്വേഷൻ 1 ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ്റെ RHSനെ ഞാൻ R സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈയും ചെയ്യാണ്, ഡിവൈഡും ചെയ്യാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ R സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. R സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ ഈ മൊത്തം ഈ 3 ടേംസിനെ R സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈയും ചെയ്യാണ്, ഡിവൈഡും ചെയ്യാണ്. അപ്പോൾ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റു R സ്ക്വയർ ബൈ R സ്ക്വയർ, ആ ടേം ഇൻറ്റു R സ്ക്വയർ ബൈ R സ്ക്വയർ ചെയ്യാണ്. ഇനി ഇവിടെ ഈ ഇൻറ്റു R സ്ക്വയർ എന്നുള്ള ടേം നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് എടുത്തെഴുതി. അപ്പോൾ നമുക്ക് കിട്ടും R സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ ഇൻറ്റു 1/R സ്ക്വയർ അല്ലേ? ഇനി ഈ 1/R സ്ക്വയറിനെ അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേംസിനെയും ഞാൻ R സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേംസിനെയും ഞാൻ R സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? R സ്ക്വയർ ബൈ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ R സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ ബൈ R സ്ക്വയർ. അപ്പോൾ R സ്ക്വയർ ബൈ R സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് 1 കിട്ടും. ഇനി A സ്ക്വയർ ബൈ R സ്ക്വയർ ആ ടേം അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. പിന്നെ അടുത്ത ടേമിൽ, അതായത് മൈനസ് 2AR കോസ് തീറ്റ ബൈ R സ്ക്വയറിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ R ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് മൊത്തം എങ്ങനെ കിട്ടും? R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് A സ്ക്വയർ ബൈ R സ്ക്വയർ മൈനസ് 2A കോസ് തീറ്റ ബൈ R. ഇനി അപ്പോൾ നമ്മളിവിടെ ഇത്രയും എന്താ ചെയ്തത്? നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണ് R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ. ഈ ടേമിൻ്റെ RHSനെ നമ്മൾ R സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈയും ചെയ്തു, ഡിവൈഡും ചെയ്തു. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് R സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. R സ്ക്വയർ അപ്പോൾ ഈ ഇൻറ്റു R സ്ക്വയർ എന്നുള്ള ടേം നമ്മൾ കോമൺ ആയിട്ട് എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേംസിനെയും നമ്മൾ R സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ടേമാണ് R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് A സ്ക്വയർ ബൈ R സ്ക്വയർ മൈനസ് 2A കോസ് തീറ്റ ബൈ R. ഇനി ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എടുക്കണം. ഇഫ് അറ്റ് ഓൾ
ആർ എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, ആറ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, അപ്പം ആറ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ ഈ എ ബൈ ആർ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു വാല്യൂ ആയിരിക്കും. എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതോ അത് എ ബൈ ആറിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആറ് നമ്മൾ 5 ആയിട്ട് എടുക്കുകയാണ്, എ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ 1/5 എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയൊരു വാല്യൂ അല്ലേ നമുക്ക് കിട്ടുന്നത്, 0.2. ഇനി എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആവുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇത് വരിക, 1/25. അതെന്ന് പറയുന്നത് ഈ എ ബൈ ആർ എന്ന് പറയുന്നതിനേക്കാളും ചെറിയ വാല്യൂ ആണ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എടുക്കുമ്പോൾ ഈ എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ടേം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ കൺവീനിയൻസിന് വേണമെങ്കിൽ നമുക്ക് ആ ടേം ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത് ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ R1 സ്ക്വയർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ടേംസ് എഴുതണം. ഈസ് ഈക്വൽ ടു ഇവിടെ വരില്ല, അപ്രോക്സിമേറ്റ്ലി വരുള്ളൂ. കാരണം എന്താണ്, ഏകദേശം R1 സ്ക്വയർ ഇതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു എന്ന് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല, കാരണം എന്താണ്, നമ്മളൊരു ടേം ഒഴിവാക്കി അല്ലേ, നമ്മുടെ കൺവീനിയൻസ് കാൽക്കുലേഷൻസ് സേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേം ഒഴിവാക്കി എഴുതി അല്ലേ, എ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, R1 സ്ക്വയർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ. അതായത് ഈ എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ടേം ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ടേംസ്. ഇനി ഈ ടേമിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ R1 സ്ക്വയർ എന്ത് വരും, R1 വരും. ആർ സ്ക്വയർ എന്ത് വരും, 6 വരും. ഇനി 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ എന്ത് വരും, 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു 1/2 വരും അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്ന് പറയുമ്പോൾ ഹോൾ റേസ് ടു 1/2 വരും ഇല്ലേ, മനസ്സിലായില്ലേ. ഇനി R1 കിട്ടി. ഇനി 1/R1 ആണ് കണ്ടുപിടിക്കണം. ഈ R1ഉം 1/R1 എന്തിനാണ് കണ്ടുപിടിക്കണം, നമുക്ക് ശരിക്കും ഈ ഒരു പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അല്ലേ, ഇക്വേഷൻ ഏത് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, V ഈസ് ഈക്വൽ ടു 1/4πε0 Q/R1 മൈനസ് Q/R2. ഇതിലേക്ക് നമ്മൾ ഈ 1/R1നെയും 1/R2യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1/R1ഉം 1/R2ഉം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അപ്പോൾ ഈ R1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ബ്രാക്കറ്റിൽ 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു 1/2 വരും. ഇനി 1/R1 എങ്ങനെ വരും, 1/R1 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/R ഇൻറ്റു 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു മൈനസ് 1/2 വരും. അതെങ്ങനെ വരും, കാരണം 1/1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു 1/2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു മൈനസ് 1/2 അല്ലേ. മൈനസ് 1/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. 1 ആ ടേം എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, റേസ് ടു മൈനസ് 1/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ടേമിനെ എഴുതാൻ പറ്റും അല്ലേ. ഇങ്ങനെ എടുത്ത് എഴുതുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ 3, അതായത് 1/R1 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/R ഇൻറ്റു 1 മൈനസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു മൈനസ് 1/2. ഇതാണ് ഇക്വേഷൻ 3. ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/R2 വെച്ചിട്ട് നമുക്ക് ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. 1/R2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1/R2 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/R ഇൻറ്റു 1 പ്ലസ് 2a കോസ് തീറ്റ ബൈ ആർ ഹോൾ റേസ് ടു മൈനസ് 1/2. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ 4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്.
നമ്മൾ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4 അങ്ങനെ കണ്ടുപിടിച്ചു. ഇക്വേഷൻ 3 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? 1/r1 is approximately equal to 1/r into 1 minus 2a cos theta by r whole raised to minus 1/2. അതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ 4ഉം അങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈനോമിയൽ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ബൈനോമിയൽ തിയറം ഈ ഇക്വേഷൻ 3യിലുള്ള ഏത് ടേമിന് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 minus 2a cos theta by r whole raised to minus 1/2. ഈ ടേമിൽ നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുകയാണ്. ബൈനോമിയൽ തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാത്സിൽ. എന്തായാലും ഞാൻ എന്താ പറയുക, അറിയാത്തവർക്ക്, ഇനി അഥവാ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് 1 plus x raised to n is equal to nc0 plus nc1 x plus nc2 x square etc. ഇവിടെ 1 plus x raised to എന്ന് പറയുന്ന ഫോം എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ 3യിൽ നമ്മൾ ഏത് ടേമിനാണ് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുന്നത്, ആ ഫോം എങ്ങനെ ഇരിക്കുന്നത്? 1 minus 2a cos theta by r whole raised to minus 1/2 എന്നുള്ളത് ഏകദേശം 1 plus x raised to n ആ ഒരു ഫോമിലല്ലേ ഇരിക്കുന്നത്. ഇനി n എന്ന് പറയുന്ന അതുപോലെ തന്നെ വെരി മച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 1/2 ആ. മൈനസ് 1/2 എന്തായാലും 1-നേക്കാളും ചെറുതാണ്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, അതായത് n എന്ന് പറയുന്നത് ഭയങ്കര ഇസ് വെരി മച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് 1 plus x raised to n ഇസ് നിയർലി ഈക്വൽ ടു 1 plus nx അങ്ങനെ എഴുതാം. 1 plus x raised to n ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 plus nx. ഇനി അതെങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ഒന്ന് മനസ്സിലാക്കി വെക്കുക, വെറുതെ ബൈ ഹാർട്ട് അടിക്കണ്ടല്ലോ. ഇനി ഈ ഇക്വേഷൻ 3യിലും ഇക്വേഷൻ 4ലും നമ്മൾ ഈ ഒരു റേസ് ടു മൈനസ് 1/2 ഉള്ള ആ ടേംസിനെ നമ്മൾ ബൈനോമിയൽ തിയറം നമ്മൾ കൊടുക്കുകയാണ്, അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇക്വേഷൻ 3യിലുള്ള ആ ടേമിനെ നമ്മൾ ബൈനോമിയൽ തിയറം വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 1/r1 is approximately equal to 1/r. അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല. ഇനി 1 മൈനസ് ഇവിടെ 1 plus x raised to n എന്നുള്ള ഫോമിലാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 plus nx. അപ്പോൾ ഇവിടെ 1 plus nxൻ്റെ 1 ഇവിടെ എഴുതി. ഇനി പ്ലസ് nx ആണെന്ന് അല്ലേ ജനറൽ ഫോം. പക്ഷേ ഇവിടെ ഇക്വേഷൻ 3യിൽ അവിടെ ഇരിക്കുന്നത് എന്താണ്? മൈനസ് ആണ്. ഇപ്പോൾ ആ മൈനസ് നമ്മൾ ഈ ഒരു 1/r1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അവിടേക്ക് നമ്മൾ 1 മൈനസ് എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ 3യിൽ മൈനസ്. ഇനി മൈനസ് 1/2 എന്താണ്? n മൈനസ് 1/2. ഇനി 2a cos theta by r എന്ന് പറയുന്നതാണ് x എന്ന് പറയുന്നതാണ് 2a cos theta by r. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? 1 plus nxൻ്റെ ഫോം ആയല്ലോ. മനസ്സിലായോ? നമ്മൾ ഈ ഒരു ഇക്വേഷൻ 3യിൽ 1 minus 2a cos theta by r whole raised to minus 1/2 നമ്മൾ ബൈനോമിയൽ തിയറം കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 plus x raised to n is approximately equal to 1 plus nx എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ ഈ ആ ഒരു ടേമിനെ നമ്മൾ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1, അതായത് 1 plus nxൻ്റെ 1 മൈനസ് എന്തുകൊണ്ടാണ് വരുന്നത്? പ്ലസിന് പകരം എന്ന് വെച്ചാൽ ഇക്വേഷൻ 3യിൽ മൈനസ് ആണ്. ഇനി 1 മൈനസ് പിന്നെ മൈനസ് 1/2, കാരണം എന്താ? അതാണ് n ഇവിടെ മൈനസ് 1/2 ആണ്. പിന്നെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2a cos theta by r. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇനി മൈനസും കൂടെ പ്ലസ് ആവും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1/r1 is approximately equal to 1/r into 1 plus a cos theta by r. ഇതാണ് ഇക്വേഷൻ 5 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഇക്വേഷൻ 4ൽ ആ പവറുള്ള ടേമിന് നമ്മൾ എന്താണ്? ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അതായത് 1 plus 2a cos theta by r whole raised to minus 1/2 ആ ടേമിനെ നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/r2 is approximately equal to 1/r into 1 plus nxൽ 1 പ്ലസ് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഫോർത്ത് ഇക്വേഷനിൽ അവിടെ പ്ലസ് ആണ്. 1 plus 2a cos theta by r. അപ്പോൾ ആ പ്ലസ് ആണ് ഇവിടെ ഉള്ളത്.
ഇനി -1/2 എന്താ വരുന്നത്? n -1/2 ആയതുകൊണ്ട് ഇവിടെ -1/2 വരും. ഇനി എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2a cos θ/r. അപ്പോൾ ഈ ടേമും ഇങ്ങനെ 1 + nx എന്നുള്ള ഫോമിലായി അല്ലേ? ഇവിടെ 2 ക്യാൻസൽ ചെയ്തു, പ്ലസും മൈനസും മൈനസ് ആവും. അപ്പോൾ 1/r2 is approximately equal to 1/r into 1 minus a cos θ/r. ഇതാണ് ഇക്വേഷൻ 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണ് r1² is equal to r² plus a² - 2ar cos θ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ RHSനെ മൾട്ടിപ്ലൈയും ചെയ്തു, ഡിവൈഡും ചെയ്തു ബൈ r². ഇതെന്തിനാണ് ചെയ്തത്? നമുക്ക് r² എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ r²നെ നമ്മൾ ഒരു മൾട്ടിപ്ലൈ ചെയ്ത r²നെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഓരോ ടേമിനെയും r² വെച്ച് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? r1² is equal to r² into 1 + a² r² minus 2a cos θ/r. ഇത് കിട്ടി അല്ലേ? എന്നിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്തു. ഇപ്പോൾ അതുപോലെ തന്നെ r എന്ന് പറയുന്ന വാല്യൂ വെരി മച്ച് ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ എങ്ങനെയായിരിക്കും r1² ചേഞ്ച് വരുന്നത്? ആ ടേമിന് എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ r എന്ന് പറയുന്നത് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ a ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ a²/r² എന്നുള്ള ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ a/r വരയ്ക്കുള്ള ടേം മാത്രം ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ ടേം എങ്ങനെ വരും? r1² is approximately equal to r² into 1 minus 2a cos θ/r. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു അല്ലേ? r1 is approximately equal to r into 1 minus 2a cos θ/r raised to 1/2. ഇനി നമ്മൾ 1/r1 എടുത്തു. നമുക്ക് 1/r1 ആണ് വേണ്ടത് അല്ലേ ശരിക്കും? കാരണം എന്തിനാണ് നമ്മൾ ശരിക്കും പൊട്ടൻഷ്യൽ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ശരിക്കും 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1/r1ൻ്റെ വാല്യൂ എടുക്കുകയാണ്. 1/r1 is approximately equal to 1/r into 1 minus 2a cos θ/r raised to minus 1/2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 1/2a 1 minus 2a cos θ/r whole raised to 1/2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 minus 2a cos θ/r raised to minus 1/2. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രൊസീജിയർ മൊത്തം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് 1/r2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. അതാണ് 1/r2 is approximately equal to 1/r into 1 + 2a cos θ/r raised to minus 1/2 whole raised to minus 1/2. ഇതാണ് ഇക്വേഷൻ 4. ഇനി നമ്മൾ എന്താ പറഞ്ഞ ഇക്വേഷൻ 3ലേക്ക് നമ്മൾ ബൈനോമിയൽ തിയറം വെച്ചിട്ട് നമ്മൾ 1 minus 2a cos θ/r whole raised to minus 1/2നെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ളത് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്ന ഒരു ജനറൽ ജനറൽ തിയറമായിട്ട് ഓൾമോസ്റ്റ് സിമിലറാണ്. അതായത് 1 + x raised to n പോലെയാണ് ഈ ഒരു ടേമും കിടക്കുന്നത്. അപ്പോൾ 1 + x raised to n നമുക്ക് എന്താ പറയുക NC0 + NC1 അങ്ങനെ പറഞ്ഞ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ അതുപോലെ തന്നെ n എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് 1 + x raised to n is approximately equal to 1 + nx എന്ന് എഴുതാം. ഈ ടേമിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്നിൻ്റെ വാല്യൂ വരുന്നത് -1/2 അപ്പോൾ ഇവിടെ എന്താണ്? വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിൽ ഇക്വേഷൻ 3ൽ ആ ഒരു ടേമിന് നമുക്ക് 1 + nx എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/r is approximately equal to 1/r 1/r1 is approximately equal to 1/r into 1
1 മൈനസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഇക്വേഷൻ 3യിലുള്ള മൈനസ്, ആ മൈനസാണ് ഇവിടെ വരുന്നത്. പിന്നെ -1/2 അതാണ് n. -1/2 ഇൻറ്റു എക്സ്. എക്സ് ഇവിടെ എന്താണ്? എക്സ് 2a cos θ/r ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് മൈനസ് പ്ലസ് ആവും. അപ്പം 1/r1 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/r ഇൻറ്റു 1 + a cos θ/r. ഇതിനെ ഇക്വേഷൻ 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം, എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ 1/r2 കൺസിഡർ ചെയ്യണം. 1/r2 ഇതേപോലെ തന്നെ എന്നിൻ്റെ ഇക്വേഷൻ 4 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 1/r2 ഈ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും -1/2 ആണ് അല്ലേ? ഇക്വേഷൻ 4 1 + 2a cos θ/r ഹോൾ റേസ് ടു -1/2. ഈ ഒരു ടേമിൽ നമ്മൾ എന്താണ്, എന്നിൻ്റെ വാല്യൂ -1/2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 1 + x raised to n is approximately equal to 1 + nx. 1 + nx എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇക്വേഷൻ 4 എങ്ങനെ എഴുതാം? 1/r2 is approximately equal to 1 + കാരണം ഇക്വേഷൻ 4 അവിടെ പ്ലസ് ആണ്, പിന്നെ -1/2 അതാണ് n ഇൻറ്റു 2a cos θ/r അതാണ് എക്സിൻ്റെ വാല്യൂ. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ 2 ക്യാൻസൽ ചെയ്യുക. 1 മൈനസ് എന്ന് പറയുന്നത് മൈനസ് ആവും. അപ്പോൾ 1/r2 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/r ഇൻറ്റു 1 - a/r cos θ. ഇതാണ് ഇക്വേഷൻ 6. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 1/r1ൻ്റെയും 1/r2ൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ഇക്വേഷൻ 5 ഇക്വേഷൻ 6 കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തായിരുന്നു? 1/r1 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/r ഇൻറ്റു 1 + a/r cos θ. അത് ഇക്വേഷൻ 5 ആയിട്ട് കൊടുത്തു. പിന്നെ 1/r2 എന്ന് പറയുന്നത് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/r ഇൻറ്റു 1 - a/r cos θ. അത് ഇക്വേഷൻ 6 കൊടുത്തു അല്ലേ? ഇനി നമ്മൾ ശരിക്കും 1/r1ഉം 1/r2 എന്തിനാണ് കണ്ടുപിടിച്ചത്? നമ്മൾ മുന്നേ ഇക്വേഷൻ എ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെക്ഷൻ മുന്നേ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ പ്രൂഫിൻ്റെ കുറച്ച് മുന്നേ ഇടയിലായിട്ട് ഇക്വേഷൻ എ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ എ എന്ന് പറഞ്ഞു കൊടുത്തത്? v ഈസ് ഈക്വൽ ടു 1/4πε0 q/r1 - q/r2. ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇനി 1/r1ഉം 1/r2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? q/4πε0 ഇൻറ്റു, ഇനി 1/r1ൻ്റെ വാല്യൂ ഇവിടെ എടുത്ത് എഴുതാണ്, 1/r ഇൻറ്റു 1 + a cos θ/r. 1/r1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ഇനി 1/r2യുടെ വാല്യൂ മൈനസ് 1/r ഇൻറ്റു 1 - a cos θ/r. ഇവിടെ ഒന്നുമില്ല. v ഈസ് ഈക്വൽ ടു 1/4πε0 q/r1 - q/r2ലേക്ക് ഈ 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂസ്, അതായത് ഇക്വേഷൻ 5ഉം 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയെന്നുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. കൺഫ്യൂഷൻ ഇല്ലല്ലോ? കുറേ ടേംസ് കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും സംഭവം സിമ്പിളാണ്. 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂസ് ഇവിടെ എടുത്ത് എഴുതി ഇക്വേഷൻ എയിലേക്ക്. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ q/4πε0 ഇൻറ്റു 1/r1 ഇൻറ്റു 1. അപ്പോൾ എന്ത് വരും? 1/r1 പ്ലസ് 1/r ആണ്. 1/r ഇൻറ്റു 1 എന്നുള്ളത് 1/r വരും, പ്ലസ് 1/r ഇൻറ്റു a cos θ/r. എന്ത് വരും? a cos θ/r². ഇനി -1/r ഇൻറ്റു 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി രണ്ടാമത്തെ ടേമിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതായത് -1/r ഇൻറ്റു 1. അപ്പോൾ -1/r വരും. ഇനി -1/r ഇൻറ്റു -a/r cos θ. അപ്പോൾ എന്ത് വരും? ഈ മൈനസ് ക്യാൻസലാവും. നമുക്ക് എന്ത് വരും? പ്ലസ് a/r² cos θ.
മനസ്സിലായോ ഇവിടെ വരയ്ക്ക്? എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് എന്താണ് നമ്മൾ 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂസ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയായിരുന്നു. നമ്മൾ ഈ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ, അതായത് v is equal to 1/4πε0 q/r1 മൈനസ് q/r2 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? q/4πε0 ഇൻറ്റു 1/r ഇൻറ്റു 1 plus a cos theta by r minus 1/r into 1 minus a cos theta by r. ഇത്രയും ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാണ്. അതായത് q/4πε0 ഇൻറ്റു 1/r ഇൻറ്റു 1, അത് 1/r വരും, പ്ലസ് 1/r ഇൻറ്റു a cos theta by r, അതെന്ത് വരും? പ്ലസ് a cos theta by r square. ഇനി മൈനസ് 1/r ഇൻറ്റു 1 എന്ത് വരും? മൈനസ് 1/r. ഇനി മൈനസ് 1/r ഇൻറ്റു മൈനസ് a cos theta by r, അതെന്ത് വരും? മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് a cos theta by r square. മനസ്സിലായോ ഇത്രയും വരയ്ക്ക്? ഇനി നമുക്ക് എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ, ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടും q/4πε0 ഇൻറ്റു 1/r പ്ലസ് a cos theta by r square മൈനസ് 1/r. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവൂലേ, അപ്പോൾ പ്ലസ് a cos theta by r square. ഇവിടെ പ്ലസ് 1/rഉം മൈനസ് 1/rഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് വരും? എന്ത് കിട്ടും? q/4πε0 ഇൻറ്റു a cos theta by r square പ്ലസ് a cos theta by r square. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? q/4πε0 ഇൻറ്റു 2a cos theta by r square. ഇനി ഈ p എന്നുള്ളത് ഇസ് ഈക്വൽ ടു, അതായത് ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ p എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു q ഇൻറ്റു 2a ആണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ p ഇസ് ഈക്വൽ ടു q, അതായത് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, p ഇൻറ്റു qa. അപ്പോൾ ഈ q ഇൻറ്റു 2aനെ p എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ v പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ആവുന്നത്? v ഇസ് ഈക്വൽ ടു p cos theta by 4πε0 r square. അപ്പോൾ ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് നോക്കിയേ? നമ്മളൊന്നും ചെയ്യുന്നില്ല, ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുന്നു. ഈ എന്തൊക്കെയാണ് ഈ 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂസൊക്കെ എന്തൊക്കെയാണ് അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് എഴുതി നോക്കി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 1/r1ൻ്റെയും 1/r2ൻ്റെയും വാല്യൂ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയായിരുന്നു. അതാണ് നമ്മൾ ഇക്വേഷൻ 5 എന്നും ഇക്വേഷൻ 6 എന്നും പറഞ്ഞ് എഴുതിയത്. 1/r1 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/r ഇൻറ്റു 1 പ്ലസ് a cos theta by r, അതിന് ഇക്വേഷൻ 5 എന്ന് കൊടുത്തു. ഇനി 1/r2നെ എങ്ങനെ എടുത്തെഴുതി? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/r ഇൻറ്റു 1 മൈനസ് a cos theta by r, ഇതിനെ ഇക്വേഷൻ 6 എന്ന് പറഞ്ഞ് എഴുതി. ഈ ഇക്വേഷൻ 5നെയും ഈ ഇക്വേഷൻ 6നെയും നമ്മൾ ശരിക്കും എന്തിനാണ് കണ്ടുപിടിച്ചത്? നമ്മൾ ഈ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ, നമ്മൾ ഈ പ്രൂഫിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. v ഇസ് ഈക്വൽ ടു 1/4πε0 q/r1 മൈനസ് q/r2 എന്ന് പറഞ്ഞിട്ട് അതിന് ഇക്വേഷൻ a എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. ഇനി ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഈ 1/r1നെയും 1/r2യുടെ വാല്യൂ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? q/4πε0 ഇൻറ്റു 1/r ഇൻറ്റു 1 പ്ലസ് a cos theta by r മൈനസ് ഇനി r2യുടെ വാല്യൂ, അതായത് 1/r ഇൻറ്റു 1 മൈനസ് a cos theta by r, എന്നിട്ട് ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1/rനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ q/4πε0 ഇൻറ്റു 1/r ഇൻറ്റു 1/r, ഇനി 1/r ഇൻറ്റു a/r cos theta, അതെന്ത് വരും? a cos theta r square. ഇനി മൈനസ് 1/r ഇൻറ്റു 1, അതെന്ത് വരും? മൈനസ് 1/r.
ഇനി -1/r ഇൻറ്റു -a cos തീറ്റ ബൈ ആർ. അവിടെ മൈനസും മൈനസും ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു, ഇവിടെ അറിയാതെ ഞാൻ 2 ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് അറിയാതെ മിസ്റ്റേക്കായിട്ട് വന്നതാണ് കേട്ടോ. അത് ശരിക്കില്ല, മിസ്റ്റേക്കായിട്ട് വന്നതാണ്. 2 ബ്രാക്കറ്റ് അവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ q/4πε0 ഇൻറ്റു 1/r പ്ലസ് a cos തീറ്റ ബൈ ആർ സ്ക്വയർ -1/r. ഇവിടെ പിന്നെ അടുത്ത ടേമിൽ ഈ മൈനസും മൈനസും ക്യാൻസലാവും. അപ്പോൾ നമുക്ക് എന്ത് വരും? പ്ലസ് a cos തീറ്റ ബൈ ആർ സ്ക്വയർ. ഇനി അടുത്ത ടേമിൽ അടുത്ത സെക്ഷൻ എങ്ങനെ വരുന്നത്? എന്ത് വരും? q/4πε0. ഇനി ഇവിടെ -1/rഉം -1/rഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി ഉണ്ടാവുന്ന a cos തീറ്റ ബൈ ആർ സ്ക്വയർ പ്ലസ് a cos തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് വരും? q/4πε0 ഇൻറ്റു 2a cos തീറ്റ ബൈ ആർ സ്ക്വയർ ഇല്ലേ? അത് കിട്ടില്ലേ നമുക്ക് 2a cos തീറ്റ ബൈ ആർ സ്ക്വയർ. നമ്മൾ ഈ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെൻറ്റ് വെക്റ്ററുടെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു q ഇൻറ്റു 2a. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ q ഇൻറ്റു 2a p എന്ന് പറഞ്ഞ് എഴുതാം. അതായത് v ഇസ് ഈക്വൽ ടു p cos തീറ്റ ബൈ 4πε0 ആർ സ്ക്വയർ. ഇത്രയും എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ ഇല്ലേ? കുഴപ്പമില്ലല്ലോ, ഇത്രയും മനസ്സിലായില്ലേ? കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കണ്ടായിരുന്നു അല്ലേ? v ഇസ് ഈക്വൽ ടു p cos തീറ്റ ബൈ 4πε0 ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഡിറൈവ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഇനി ഈ ഇക്വേഷനെ നമുക്ക് വേറെ ഫോമിൽ എഴുതാം. അതായത് p cos തീറ്റ ഇസ് ഈക്വൽ ടു p ഡോട്ട് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്നുള്ളത് യൂണിറ്റ് വെക്ടറാണ് അലോങ് ഒ പി. ഓർമ്മ ഉണ്ടോ ഒ പി ഒക്കെ? അതായത് ഒ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു ഡൈപോളിൻ്റെ മിഡ് പോയിൻ്റ് ആയിരുന്നു അല്ലേ? നമ്മൾ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്? പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ അല്ലേ? ഈ ഒ എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ഈ ഡൈപോളിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഈ പിയും ഈ ഒവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ആർ എന്ന് പറഞ്ഞിട്ട് എടുത്തത് അല്ലേ? അപ്പോൾ ഈ പി കോസ് തീറ്റനെ എങ്ങനെ എഴുതാം? പി ഡോട്ട് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്നുള്ളത് യൂണിറ്റ് വെക്ടറാണ് അലോങ് ഈ ഒരു മിഡ് പോയിൻറ്റും ഈ പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് അലോങ് ഒ പി. അപ്പോൾ ആർ ക്യാപ്പ് എന്നുള്ളത് യൂണിറ്റ് വെക്ടറാണ് അലോങ് ഒ പി. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് വരുന്നത്? വി ഈസ് ഈക്വൽ ടു 1/4πε0 പി ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. പി കോസ് തീറ്റയ്ക്ക് നമ്മൾ പി ഡോട്ട് ആർ ക്യാപ്പ് എന്ന് എഴുതിയുള്ളൂ. ഈ ഇക്വേഷനാണ് ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് അല്ലേ? നമ്മൾ എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തായിരുന്നു അല്ലേ? പ്ലസ് ക്യൂ ആണ് എ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള, മൈനസ് ക്യൂ ആണ് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള. അപ്പോൾ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 2a ഇല്ലേ? പ്രൂഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ? അപ്പോൾ ഈ ഒരു ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് വി ഇസ് ഈക്വൽ ടു 1/4πε0 പി ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. ഇതിൽ ആർ ക്യാപ്പ് എന്നുള്ളത് ഈ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിലൂടെ ഉണ്ടാവുന്ന യൂണിറ്റ് വെക്ടറാണ്. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെ എടുത്തേ? ആർ എന്ന് പറയുന്നത് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ അല്ലേ? അങ്ങനത്തെ ഒരു അപ്രോക്സിമേഷൻ എടുത്തിട്ടല്ലേ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആർ 1 സ്ക്വയർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ്റെ ഇടയിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ വി ഇസ് ഈക്വൽ ടു 1/4πε0 പി ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. ഇനി ഈ ഒരു ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ പിയും ഈ ഒരു പൊസിഷൻ വെക്റ്റർ ആറും തമ്മിൽ
ഒരു ആംഗിൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അല്ലേ? ആ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞു കൊടുത്തത്. ഈ ഫിഗറിൽ തന്നെ കാണാം ഈ ഒരു ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഈ ഒരു പൊസിഷൻ വെക്ടർ ആറും തമ്മിൽ ഒരു തീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ ഉണ്ട് അല്ലേ? ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആംഗിളിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യലിനെ ബാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ കോസ് തീറ്റ എന്ത് വരും? കോസ് 0 വരും. കോസ് 0യുടെ വാല്യൂ എന്താണ്? 1. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എങ്ങനെ വരും? V is equal to P by 4πε0 r². മനസ്സിലായോ? അതായത് ഈ ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ പിയും ഈ ഒരു പൊസിഷൻ വെക്റ്റർ ആറും തമ്മിലുള്ള ആംഗിൾ 0 ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ P by 4πε0 r² ആയിരിക്കും. കാരണം കോസ് തീറ്റ കോസ് 0 ആവും. കോസ് 0യുടെ വാല്യൂ 1 ആണ്. ഇനി തീറ്റ പൈ ആയിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ 180 ഡിഗ്രി. അതായത് ഈ ഡൈപോൾ മൊമെൻറ്റ് വെക്റ്ററും ഈ ഒരു പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 180 ആണെങ്കിൽ കോസ് തീറ്റ എന്ത് വരും? കോസ് പൈ വരും. കോസ് പൈയുടെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെ വരും? -P by 4πε0 r². മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട 2 പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിന് ഈ ഒരു ഫാക്ടർ, അതായത് എന്താണ്, നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ? V is equal to 1/4πε0 Q/R. V is equal to 1/4πε0 Q/R. അതായിരുന്നു നമ്മൾ ഒരു പോയിൻറ്റ് ചാർജിൻ്റെ പ്രസൻസ് കാരണം P എന്ന് പറയുന്ന പോയിൻറ്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അത് എന്തിനൊക്കെയെന്ന് ഡിപ്പെൻഡ് ചെയ്ത ഈ ഒരു ഇക്വേഷൻ V is equal to 1/4πε0 Q/R. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം Q അതായത് ചാർജിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ R അല്ലേ, ഈ ചാർജും ഈ ഒരു പോയിൻറ്റും തമ്മിലൊരു ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, പൊസിഷൻ വെക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ അതുകൂടാതെ വേറൊരു ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് ഒരു അഡീഷണൽ ഫാക്ടർ, ചാർജും ഈ പൊസിഷൻ വെക്ടറും അല്ലാതെ ഒരു അഡീഷണൽ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഈ ഒരു പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളില്ലേ തീറ്റ എന്ന് പറഞ്ഞിട്ട്, ഈ ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഈ ഒരു പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റേനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചാർജിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡൈപോൾ മൊമെൻറ്റ് വെക്ടർ P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2a. അവിടെ തന്നെ ഇക്വേഷൻ തന്നെ അറിയാം. അപ്പോൾ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, Q എന്ന് പറയുന്ന ചാർജ് അല്ലേ. ഇനി ഇക്വേഷനിൽ തന്നെ അറിയാം ഈ ഒരു പൊസിഷൻ വെക്ടർ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? 1/4πε0 P.r² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പൊസിഷൻ വെക്ടർ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡൈപോളും ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റും തമ്മിലുണ്ടാകുന്ന പൊസിഷൻ വെക്ടർ, പിന്നെ ആംഗിൾ, അതായത് ഈ ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഈ പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, പിന്നെ എന്താണ്? ഈ ഒരു ചാർജ് Q അല്ലേ, Q എന്ന് പറയുന്ന ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഈ V എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r² അല്ലേ. V ഇവിടെ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? r² ടേംസിലാണ് അല്ലേ. ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അതെങ്ങനെ വേരി ചെയ്യുന്നത്? V ഇസ് പ്രൊപ്പോർഷണൽ ടു r², 1/r², അല്ലെങ്കിൽ r² ടേംസിലാണ് വേരി ചെയ്യുന്നത്, ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് നടക്കുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു പോയിൻറ്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലോ അത് R ആണ്. കാരണം എന്താ? V ഇസ് ഈക്വൽ ടു 1/4πε0 Q/R. അതുകൊണ്ട് അവിടെ എന്താണ്? V
ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r ആണ് അല്ലേ? അതായത് ആറിൻ്റെ ടേംസിലാണ് അവിടെ പൊട്ടൻഷ്യലിന് വേരിയേഷൻ നടക്കുന്നത്. പക്ഷേ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഒരു r² ടേംസിലാണ് പൊട്ടൻഷ്യലിന് വേരിയേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു വി, അതായത് ഒരു പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? പി കോസ് തീറ്റ ബൈ 4πε0 r². പിന്നെ നമ്മൾ പറഞ്ഞു ഈ പി കോസ് തീറ്റനെ നമുക്ക് പി ഡോട്ട് ആർ ക്യാപ് എന്ന് പറഞ്ഞ് എഴുതാം. ഇതിൽ ആർ ക്യാപ് എന്ന് പറയുന്നത് ഈ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഈ ഒരു വി ഇസ് ഈക്വൽ ടു 1/4πε0 പി ഡോട്ട് ആർ ക്യാപ് ബൈ r². ഇതെന്ന് പറയുന്നതാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം പി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. ഇതാണ് ഈ ഇക്വേഷനാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ അഥവാ തന്നെ ഈ ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഈ ഒരു പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ തീറ്റ 0 ആവും. അതായത് കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എങ്ങനെ മാറും? വി ഇസ് ഈക്വൽ ടു പി ബൈ 4πε0 r². ഇനി ഈ ഒരു ആംഗിള് 180 അല്ലെങ്കിൽ പൈ ആയിട്ടുണ്ടെങ്കിലോ കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. കോസ് തീറ്റ കോസ് പൈ ആവും. കോസ് പൈ ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ഉള്ള പൊട്ടൻഷ്യൽ എങ്ങനെ മാറും? -p ബൈ 4πε0 r². പിന്നെ എന്താണ് ഈ ഒരു നമ്മൾ പറഞ്ഞു ഈ ഒരു ഡൈപോള് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരു പൊസിഷൻ വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതും കൂടാതെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഈ ഒരു പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ പൊട്ടൻഷ്യലിന് വേരിയേഷൻ ഉണ്ടാവുന്നത് r² ടേംസിലാണ്, അല്ലാതെ r ടേംസിലല്ല. പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിനാണ് r ടേംസിൽ പൊട്ടൻഷ്യൽ വേരിയേഷൻ നടക്കുന്നത്. r ടേംസിലായിരിക്കും അവിടെ പൊട്ടൻഷ്യൽ വേരി ചെയ്യുക. കാരണം അവിടെ v ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r ആണ് ഇക്വേഷനിൽ. ഇവിടെ v ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പം ഇതുവരെയൊക്കെയുള്ളത് കുഴപ്പമില്ലല്ലോ.